ലോകം നിർണായകമായ ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള വളർച്ചയും കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ആഗോള വെല്ലുവിളികളും കൂടുതൽ സുസ്ഥിരമായ വികസന മാതൃകകളുടെ ആവശ്യകതയും ഇന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ അന്താരാഷ്ട്ര സഹകരണത്തിൻ്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുന്നതായി വിലയിരുത്തപ്പെടുന്നു. വിവിധ ഭൂഖണ്ഡങ്ങളിലെ 3 പ്രമുഖ ജനാധിപത്യ രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ സഹകരണ കൂട്ടായ്മ മുതൽ ആഗോളതലത്തിൽ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള G20 4 നവീന പദ്ധതികൾ വരെ ഈ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്നു. കേവലം പ്രാദേശിക ബന്ധങ്ങൾക്കപ്പുറം ഈ സംരംഭങ്ങൾ മനുഷ്യരാശിയുടെ കൂട്ടായ ഭാവിയെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രി എക്സിലൂടെ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ സഹകരണ കൂട്ടായ്മ 3 ഭൂഖണ്ഡങ്ങളിലെ ജനാധിപത്യ ശക്തികൾ തങ്ങളുടെ പൊതുവായ താൽപ്പര്യങ്ങൾ തിരിച്ചറിയുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. സാങ്കേതിക വിദ്യ, നവീകരണം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ സഖ്യത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. ആഗോളതലത്തിൽ സാങ്കേതിക വിദ്യാ രംഗത്തെ നേതൃത്വം ഏതാനും രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിപുലമായ IT വൈദഗ്ധ്യവും മനുഷ്യശേഷിയും, ഓസ്ട്രേലിയയുടെ വിഭവ സമൃദ്ധിയും ഗവേഷണ മികവും, കാനഡയുടെ ശുദ്ധ ഊർജം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ പുരോഗമനപരമായ നയങ്ങളും സംയോജിപ്പിക്കുന്നത് വലിയ സാധ്യതകൾ തുറന്നു തരും. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് ഈ കൂട്ടായ്മ ഊർജം പകരും. കാനഡയിലെ പുരോഗമിച്ച ഹരിത സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും വിപുലമായ ഊർജ ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ നിർണായകമാകും. AI-യുടെ അതിവേഗ വളർച്ച സാമൂഹികവും ധാർമ്മികവുമായ വെല്ലുവിളികൾ ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ 3 ജനാധിപത്യ രാജ്യങ്ങളും ചേർന്ന് AI-യുടെ ഉത്തരവാദിത്തമുള്ള ഉപയോഗത്തിനായി ഒരു പൊതു ചട്ടക്കൂട്ട് വികസിപ്പിക്കുന്നത് ലോകത്തിന് മാതൃകയാകും. ഡേറ്റ സ്വകാര്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായി ഈ സഹകരണം നിർണായകമാണ്. COVID-19 പോലുള്ള ആഗോള പ്രതിസന്ധികൾ ആഗോള വിതരണ ശൃംഖലകളുടെ ദുർബലത തുറന്നുകാട്ടി. ചരക്കുകളുടെയും സാങ്കേതിക ഘടകങ്ങളുടെയും വിതരണ ശൃംഖലകൾ കൂടുതൽ ശക്തവും വിശ്വസനീയവുമാക്കാൻ ഈ സഖ്യം ശ്രമിക്കും. ഇതൊരു രാജ്യത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ആഗോള സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും സഹായിക്കും. ഈ ത്രിരാഷ്ട്ര കൂട്ടായ്മ കേവലം സാമ്പത്തിക ലാഭത്തിനായിട്ടുള്ള ഒരു ശ്രമമല്ല, മറിച്ച് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാങ്കേതിക പുരോഗതിയുടെ നേട്ടങ്ങൾ ഭാവി തലമുറകൾക്ക് കൈമാറാൻ 3 രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ് എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. ജോഹാൻസ്ബർഗിൽ നടന്ന G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി മുന്നോട്ട് വെച്ച 4 നിർദ്ദേശങ്ങൾ ആഗോള വികസനത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ സമഗ്രമായ കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത്. ഈ പദ്ധതികൾ സാമ്പത്തിക വളർച്ച, ആരോഗ്യം, സുരക്ഷ, പരമ്പരാഗത അറിവ് എന്നീ 4 നിർണായക മേഖലകളെയാണ് സ്പർശിക്കുന്നത്. സുസ്ഥിരമായ ജീവിത രീതികൾ ഉൾക്കൊള്ളുന്ന ലോകമെമ്പാടുമുള്ള പരമ്പരാഗത അറിവ് ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഗ്ലോബൽ ട്രഡീഷണൽ വിജ്ഞാന ശേഖരം, ഗ്ലോബൽ ട്രഡീഷണൽ നോളജ് റെപ്പോസിറ്ററി എന്ന പദ്ധതിയുടെ ലക്ഷ്യം. ആധുനിക ലോകം ശാസ്ത്രീയ നേട്ടങ്ങളിൽ അഭിരമിക്കുമ്പോൾ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിച്ച പ്രാചീന സമൂഹങ്ങളുടെ അറിവുകൾ, പ്രത്യേകിച്ച് ആരോഗ്യം, കൃഷി, പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലികൾ എന്നിവയുമായി ബന്ധപ്പെട്ടവ നഷ്ടപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കും. ഇന്ത്യയുടെ ആയുർവേദം, യോഗ തുടങ്ങിയ സമ്പന്നമായ അറിവുകൾ ഇതിന് അടിത്തറയാകും. ഉദാഹരണത്തിന്, കാലാവസ്ഥാ പ്രതിസന്ധിക്ക് പരിഹാരമായി സുസ്ഥിരമായ ജീവിത രീതികൾ, ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ്റ് എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ പരമ്പരാഗത വിജ്ഞാന ശേഖരം ഒരു വഴികാട്ടിയാകും. ഈ അറിവ് ആധുനിക ഗവേഷണങ്ങളുമായി സംയോജിപ്പിക്കുമ്പോൾ അത് സാർവത്രിക വളർച്ചയ്ക്ക് ഉതകുമെന്നതിൽ സംശയമില്ല. ആഫ്രിക്കയുടെ വളർച്ച ആഗോള പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ആഫ്രിക്കൻ നൈപുണ്യ വികസന പദ്ധതി. അടുത്ത 10 വർഷത്തിനുള്ളിൽ ആഫ്രിക്കയിൽ 1 ദശലക്ഷം സർട്ടിഫൈഡ് പരിശീലകരെ ട്രെയിൻ ദി ട്രെയിനർ മാതൃകയിലൂടെ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 1 മില്യൺ പരിശീലകർ ദശലക്ഷക്കണക്കിന് യുവാക്കളെ പരിശീലിപ്പിക്കുമ്പോൾ അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ സാമ്പത്തിക ശേഷിയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കും. ഇത് പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും അവിടുത്തെ യുവാക്കളുടെ പലായനം കുറയ്ക്കുകയും ദീർഘകാല വികസനത്തിന് അടിത്തറയിടുകയും ചെയ്യും. COVID-19 മഹാമാരി ലോകാരോഗ്യ സംവിധാനങ്ങളുടെ ഏകോപനമില്ലായ്മയുടെ ഭവിഷ്യത്തുകൾ നമ്മെ വെളിപ്പെടുത്തിയതാണ്.
ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യ അടിയന്തര സാഹചര്യങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും നേരിടാൻ G20 രാജ്യങ്ങളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഒരു ദ്രുത പ്രതികരണ സംഘം രൂപീകരിക്കാനാണ് ആഗോള ആരോഗ്യ പ്രതികരണ സംഘം ഗ്ലോബൽ ഹെൽത്ത് കെയർ റെസ്പോൺസ് ടീം എന്ന നിർദ്ദേശം. പരിശീലനം ലഭിച്ച മെഡിക്കൽ വിദഗ്ധരുടെ ഒരു കൂട്ടായ്മ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഉടൻ അവിടെ എത്തി സഹായം നൽകാൻ സജ്ജമായിരിക്കും. ഇത് ദുരന്ത സമയങ്ങളിൽ സമയബന്ധിതമായി പ്രതികരിക്കാൻ ലോകത്തിന് കരുത്ത് നൽകും. മയക്കുമരുന്ന് കടത്തും തീവ്രവാദവും തമ്മിലുള്ള ബന്ധം ആഗോള സുരക്ഷയ്ക്ക് ഒരു വലിയ ഭീഷണിയാണ്. ഫെന്റാനിൽ പോലുള്ള അപകടകരമായ സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ വ്യാപനം പൊതുജനാരോഗ്യ രംഗത്തെയും സാമൂഹിക സ്ഥിരതയെയും തകർക്കുന്നു. മയക്കുമരുന്ന് വ്യാപനത്തിൽ നിന്ന് ലഭിക്കുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്ന ഒരു ദുഷിച്ച സാമ്പത്തിക ശൃംഖല റിച്ചഡ് ഡ്രഗ് ടെറർ എക്കോണമി സൃഷ്ടിക്കുന്നുണ്ട്. മയക്കുമരുന്ന് തീവ്രവാദ ബന്ധങ്ങളെ ചെറുക്കുന്നതിനുള്ള G20 സംരംഭം ഈ ഭീഷണിയെ നേരിടാൻ ലക്ഷ്യമിടുന്നു. ഈ സംരംഭം ധനകാര്യം, ഭരണം, സുരക്ഷാ ഏജൻസികൾ എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കും. മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കുകയും അതുവഴി തീവ്രവാദത്തിന് ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. രാജ്യാന്തര സഹകരണത്തിലൂടെ മാത്രമേ ഈ സങ്കീർണമായ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രഖ്യാപനങ്ങൾ ഇന്ത്യയെ ഒരു സഹായി എന്നതിലുപരി ഒരു ആഗോള പരിഹാരദാതാവ് എന്ന നിലയിലേക്ക് ഉയർത്തുന്നു. ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ കൂട്ടായ്മ ആധുനിക സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് ഊന്നൽ നൽകുമ്പോൾ G20 പദ്ധതികൾ ആഗോള വെല്ലുവിളികളായ വിദ്യാഭ്യാസം, ആരോഗ്യം, സുരക്ഷ എന്നിവയ്ക്ക് സമൂലമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. വസുദൈവ കുടുംബം, ലോകം ഒരു കുടുംബം എന്ന ഇന്ത്യയുടെ നാഗരിക മൂല്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഉൾക്കൊള്ളാനും സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കാനും ഈ നീക്കങ്ങൾ സഹായകമാകും. എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന ഒരു മെച്ചപ്പെട്ട ലോകം സാധ്യമാക്കാൻ ഈ നിർദ്ദേശങ്ങൾ കേവലം ആശയങ്ങളായി അവശേഷിക്കാതെ G20 രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ കൂട്ടായ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്.